ഭരണഘടനാ സാക്ഷരതാ പരിപാടികൾക്ക് ഗ്രന്ഥശാലകൾ നേതൃത്വം നൽകണമെന്ന് സ്പീക്കർ എൻ ഷംസീർ. ചവറ പുത്തൻ സങ്കേതത്തിൽ കെ.സി. പിള്ള അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമം നടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമ്പൂർണ്ണ സാക്ഷരത നേടിയ നമ്മൾ ഇനി നേടേണ്ടത് ഭരണഘടനാ സാക്ഷരതയാണെന്നും അതിന് ഗ്രന്ഥശാലകൾ നേതൃത്വം നൽകണമെന്നും നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. കോയിവിള പുത്തൻ സങ്കേതം കെ.സി. പിള്ള സ്മാരക ഉദയ ഗ്രന്ഥശാലയിൽ കെ.സി. പിള്ള അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 87 ഒരു പക്ഷേ ഈ സ്ഥാപനം സാക്ഷരതാ പ്രവർത്തന നേതൃത്വം കൊടുത്തിട്ടുണ്ടാകും. അതിന് സമാനമായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഭരണഘടനാ സാക്ഷരതക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കണം. ഭരണഘടനാ സാക്ഷരതക്ക് അതിന് നേതൃത്വപരമായ പങ്ക് നിങ്ങൾ വഹിക്കും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. മറുഭാഗത്ത് 1930-കളിലായിരുന്നു നാസി സ്റ്റുഡൻസ് യൂണിയൻ ഗ്രന്ഥശാലകൾക്ക് തീവെച്ചത്. മാർക്സിന്റെയും മറ്റു പുസ്തകങ്ങൾക്ക് തീവെച്ചത്. 30-കളിൽ ഗ്രന്ഥശാലകൾക്ക് തീവെച്ചു നാസി സ്റ്റുഡൻസ് യൂണിയൻ. 1930-കളിൽ ഗ്രന്ഥകാരന്മാരെ നാടുകടത്തി. അതിന് സമാനമായി ആ ഒരു സാഹചര്യം ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് 30-കളിൽ ജർമ്മനിയിൽ പുസ്തകങ്ങൾക്ക് തീവച്ചുവെങ്കിൽ, ലൈബ്രറിക്ക് തീവച്ചുവെങ്കിൽ, ഇപ്പൊ ഇന്ത്യയിൽ പുസ്തകങ്ങൾ എഴുതുന്നവരോട് ചോദിക്കുകയാണ്. ഭരണഘടനയെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്യാനും ഹിന്ദുരാഷ്ട്രമാക്കി തീർക്കാനും ശ്രമിക്കുന്നു. സ്ഥലങ്ങളുടെ പേരുകൾ പോലും ഇതനുസരിച്ച് മാറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊയിലോണാണ് കൊല്ലം. കൊയിലോൺ എന്നാണ് ഇംഗ്ലീഷിൽ പണ്ട് ഞങ്ങൾ കൊല്ലത്തെ എഴുതിയത്. ഇപ്പൊ കൊല്ല അതൊരു പ്രാദേശികവൽക്കരണത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ നടക്കുന്ന പേരുമാറ്റൽ അങ്ങനെയാണോ? അല്ലല്ലോ. ഇപ്പൊ നടക്കുന്ന പേരുമാറ്റൽ ഗുർഗാവിന്റെ പേര് മാറ്റി എന്താ ഗുരുഗ്രാമം. ഗുരുഗ്രാമം എന്നാക്കേണ്ട കാരണം എന്താ? ആരാണ് ഗുരു? അതുപോലെ മുഗൾ ഗാർഡൻസ് പേര് മാറ്റി അമൃതോദ്യാനം എന്നാക്കുന്നു. മുഗൾ ഗാർഡൻസ് ഉണ്ടാക്കിയത് മുഗളന്മാരല്ല. മുഗൾ ഗാർഡൻസ് എന്നത് പ്രസിഡന്റിന്റെ വീട്ടിന് മുന്നിലുള്ള ഗാർഡൻസിന്റെ പേരാ. മുഗളന്മാർ ഏറ്റവും മനോഹരമായ ഉദ്യാനങ്ങൾ ഉണ്ടാക്കിയവരാ. അതുകൊണ്ടാണ് മുഗൾ ഗാർഡൻസിന്റെ പേരിട്ടത്. അല്ലാതെ മുഗളന്മാർ ഉണ്ടാക്കിയുണ്ടല്ലോ. അതിന്റെ പേര് അമൃതോദ്യാനം എന്നാക്കുന്നു. അയോധ്യയുടെ പേര് ഫൈസാബാദിന്റെ പേര് മാറ്റുന്നു. ഇങ്ങനെ ഒരു ഹിന്ദുത്വവൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ പേരുകൾ മാറ്റുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുന്നത്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. എം നൌഷാദ് MLA, അജിത് കോളാടി, ES ബിജിമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ, കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം G മുരളീധരൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് PB ശിവൻ, S അശോകൻ, KS ബിജുകുമാർ, R രാജീവൻ, MK മുന്താസ്, P ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.